നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ആ ദൂദ്സാഗർ അതിൻ്റെ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് പോകണം. അവിടെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ജീപ്പിനാണ് പോകുന്നത്. ഇവിടുന്ന് 10-14 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത് പേ ആൻഡ് പാർക്കാണ് 100 രൂപ. അപ്പം എന്തായാലും നേരെ പോയി ഓഫീസിൻ്റെ അവിടെ പോയി സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ടിക്കറ്റ് ഒരു വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ എടുക്കേണ്ടത്. അതായത് ജസ്റ്റ് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ 185 രൂപയാണ് ഞങ്ങൾക്ക് 5 പേർക്കായത്. അപ്പോൾ അതുകൂടാതെ ജീപ്പിന് ഒരാൾക്ക് 500 രൂപ വെച്ച്. ഏത് ജീപ്പാണെന്ന് അറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ജീപ്പിനായിരിക്കും പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ 2 മദാമയായിരിക്കും കേട്ടോ. മദാമയും ഒരു സായിപ്പും ആയിരിക്കും. അപ്പോൾ ഇവിടെ 40 രൂപ വെച്ചാണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ് നിർബന്ധം കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് 5 ലൈഫ് ജാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 5 ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. സോ ഈ ഒരു വണ്ടിക്കാണ് നമ്മളിനി ദൂദ്സാഗറിന് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ ഒരാൾക്ക് 500 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. അതായത് ഈ ജീപ്പിൽ പോകുന്നതിന്. ഇവിടുന്ന് ജീപ്പ് സഫാരിയാണ്. ഏതാണ്ട് താഴിൻ്റെ അകത്തൂടെ 10-14 കിലോമീറ്റർ അടുത്തുണ്ട്. അതിൻ്റെ കൂടത്തി ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. 40 രൂപയാണ് ഒരാൾക്ക് ലൈഫ് ജാക്കറ്റിന്. അപ്പോൾ സംഭവം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ജീപ്പിൽ കയറി ഇങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് കയറുവാണ്. നമ്മൾ 7 പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. വാട്ടർഫാൾ പാർക്ക്. നമ്മൾ പോകുന്ന വഴിയൊന്നും നോക്കി. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു ഓഫ് റോഡാണ്. ഇത് മൊത്തം ഒരു ഓഫ് റോഡാണ്. ഏതാണ്ട് 10 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് അവിടെ വരെ. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് 200 രൂപയും പിന്നെ നമുക്ക് എല്ലാവർക്കും 100 രൂപ വെച്ച് അടയ്ക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുക്കണം. ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടോ അവിടെ ഒരു വേറൊരു വ്യത്യാസമായിട്ടുണ്ട്. അതൊരു കുറച്ചുകൂടെ ഒരു ഉൾക്കാട്ടിലേക്കൊക്കെ പോയ ഫീലില്ലേ. ഇപ്പോൾ നമുക്ക് രസമുണ്ട് കേട്ടോ. ഇവിടെ പോയി കവുങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ആൾതാമസം ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇവിടുത്തെ റോഡ് നോക്കിയേ. ഇവിടെയൊക്കെ ഫുള്ള് മിറ്റിലിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓഫ് റോഡെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇതുപോലെ കല്ലായിട്ട് കിടക്കുകയുള്ളൂ. ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ താമസമുണ്ട് കേട്ടോ. പക്ഷെ ഫുള്ള് അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് പോകേണ്ട വഴിയാണത് ആ താഴെ കാണുന്നത്. നോക്കിയേ കൊള്ളാം. അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുഴികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മരത്തെ കയറി കേട്ടോ.
രസമുണ്ട് പോകാനായിട്ട്. പക്ഷെ ഫുള്ള് ഇതുപോലെ ഇതുണ്ടല്ലോ, മൊത്തം പൊടിയാണ്, ഭയങ്കര പൊടിയാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ ഇവിടം വരെ വന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നാണ് പോകേണ്ടത്. ഇത് കണ്ടില്ലേ, 399 അതേ ഉണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നടന്നു പോകണം. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് വന്നതാണ്. ഗോകുൽ എന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ, ഫ്രണ്ട് ഇരുന്നോട്ടോ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. ലൈഫ് ജാക്കറ്റ് കമ്പൾസറി ആണ്. വണ്ടി പോവാണല്ലോ. ഇനി വണ്ടി നമ്മൾ എവിടെ പോയി തപ്പി പിടിക്കും? നമുക്ക് 1.5 മണിക്കൂറുണ്ട്, അതായത് 90 മിനിറ്റ്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം പെട്ടെന്ന് നടക്കണം. വരുന്ന വഴിക്ക് വേറെ ഒന്നും കാണാനില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിക്ക് കൊള്ളത്തില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അല്ലേ അഭിപ്രായം എന്ത് പറയുന്നു? പറയൂ. വഴി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ 500 രൂപയ്ക്കുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഒരാൾക്ക്. വെള്ളച്ചാട്ടം ഒന്നും പറയാനില്ല, സെറ്റാണ്. നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. മഴക്കാലത്തുണ്ട് കേട്ടോ. മഴക്കാലത്ത് 500 രൂപയ്ക്ക് ലാഭം. മഴക്കാലത്ത് ചിലപ്പോൾ അപ്പം റേറ്റ് കൂട്ടുപോകുമാര്. 500 എന്നുള്ള 1000 ആക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം പെട്ടെന്ന് ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോവാം. ഇത് നോക്കി, ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇത് ആ മണ്ടേന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകാം. കാരണം 1.5 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് 500 രൂപയും കൂടെ ജീപ്പിന് എക്സ്ട്രാ ആകും, അത്രയേ ഉള്ളൂ. അതായത് ഇവിടം വരെ വരുന്നതിന് ഞാൻ കറക്റ്റ് റേറ്റ് പറയാം. അതായത് നമുക്ക് ബുക്കിംഗ് ചാർജ് ഒരാൾക്ക് വരുന്ന 25 രൂപ വെച്ച്. അത് കൂടാതെ നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് 40 രൂപ ഒരാൾക്ക്, പെർ പേഴ്സണാണ് 40 രൂപ. വണ്ടിക്ക് 500 രൂപ വെച്ച്. എടാ മറ്റേ ഇത് ഞണ്ടല്ല, കൊഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലൈഫ് ജാക്കറ്റിന് 40 രൂപയും പിന്നെ വണ്ടിക്കൂലി 500 രൂപയും കേട്ടോ. അതായത് ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 500ഉം 25ഉം പിന്നെ ഒരു 100 രൂപ നമുക്ക് ചെക്ക് പോസ്റ്റിലും കൊടുക്കണം കേട്ടോ ഒരാൾക്ക്. പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ ഒരു 200ഉം. അപ്പോൾ അത്രയാണ് ചിലവ് വരുന്നത്. ബാക്കി ഇവിടെ എക്സ്ട്രാ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുതൽ എടുക്കുവാണെങ്കിൽ വീണ്ടും ഒരു 500 രൂപയും കൂടെ ആവും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. അപ്പം നമ്മളിത് നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എന്താല്ലേ, കൊള്ളാം. ഇത് സാധനം സെറ്റാണ്, ഒരു രക്ഷയില്ല. ആ ഒരു ട്രെയിനിൻ്റെ അടുത്ത് നമുക്ക് പോവാം, പക്ഷെ അത് ഏതിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് നോക്കി, എന്ത് രസം. അങ്ങ് ആ ടോപ്പിൽ നിന്നേ ഒഴുകി വരുവാണ്. ചുമ്മാ വേറൊരു വൈബ്. ഇതിലൊരു വഴിയുണ്ട്, എനിക്ക് തോന്നുന്നേ ഇതിലേ കയറി അതിൻ്റെ അടുത്ത് പോകാതിരിക്കും, ഒരു പിടുത്തമില്ല. എന്തായാലും ലെറ്റ്സ് സീ. പതുക്കെ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. നമ്മളപ്പം അവിടെ നിന്നെല്ലാം കയറി ഈ പാറയിൽ കയറി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇവിടുത്തെ ഉള്ളൊരു വ്യൂ നോക്കിക്കേ, എന്ത് രസമല്ലേ. നമ്മുടെ ഇവിടെ നിന്നുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോരുന്നതാണോ അതോ ഇവിടെ ഇറങ്ങരുതെന്നാണോ എന്ന് ഒരു പിടുത്തമല്ല. ചിലപ്പോൾ അവിടെ ഇറങ്ങരുതെന്നായിരിക്കും. അപ്പം എന്താ ആ ഒരു ട്രെയിൻ പാളം കണ്ടോ, അങ്ങോട്ട് പോകാനായിട്ട് വഴി എനിക്ക് തോന്നുന്നത് ഇതിലൊരു ചെറിയൊരു വഴിയുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ അടുത്ത് മറ്റവരും കൂടെ വന്നിട്ടില്ല. അപ്പോൾ അവർ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ബോഡി ഷോ വിത്ത് മസിൽസ്. ഗോലെ ചാറാ, ഗോകിലേ ചാറാ, ചാട്. വീഡിയോഗ്രാഫി വെയിറ്റിംഗ്. എടാ ഗോലെ ചാറാ.
അപ്പോൾ ഒരുത്തൻ ചാടിയിട്ടുണ്ട്, ദേ പോകുന്നു കേട്ടോ. ഓലെ കമോണ്ടറാ, അയാൾ പതുക്കെ ഇറങ്ങും കേട്ടോ. അവൻ്റെ അങ്ങ് എന്നു അവൻ്റെ ട്രെയിൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഒരു കുരങ്ങൻ നിൽക്കുന്നേ, ഒരു കുരങ്ങനെ ഇരിക്കുന്നേ. ഓയ്യോ ഫുള്ള് കുത്തി കയറ്റും കേട്ടോ. ആരുടെ പഴന്തേ അവിടെ ഇരുന്നത് മൊത്തം അടിച്ചോണ്ട് പോയി ഇരുന്നടിക്കുമോ. അതുകൊണ്ട് അടുത്ത റൗണ്ട് വരുന്നുണ്ടേ. അടുത്ത റൗണ്ട് എന്തോ അടിച്ചോണ്ട് പോകാൻ വരുന്നുണ്ടാ. ഓ വേറെ കുരങ്ങന്മാർ വന്നോണ്ടാ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടെ ഒരു അവസ്ഥ കേട്ടോ. ഇത് നോക്കിയേ, എന്തോരോ ആൾക്കാരാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ വന്നപ്പോഴും അവിടെ എല്ലാം കുറേ ആൾക്കാരുണ്ട്. വന്നതും ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. വന്നപ്പോൾ ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ലായിരുന്നു, ഇപ്പോൾ മൊത്തം ആളായിട്ടുണ്ട്. എന്തായാലേ അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ 9:40 നമുക്ക് പതുക്കെ താഴേക്കൊക്കെ ഒന്ന് പോകാം. ജസ്റ്റ് കുറച്ച് താഴെയൊക്കെ പോയെന്ന് നോക്കിയിട്ട്. കുരങ്ങൻ ചേർക്കൻ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളത്തിൽ ചാടി കേട്ടോ. രസമായിരുന്നു. ഇല്ലേ ജാക്കറ്റെല്ലാം ഫുള്ള് നനഞ്ഞ് കുറേ നേരം, ഇത്രയും നേരം വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഓ സെറ്റ്. നമ്മളിത് തിരിച്ച് വണ്ടി കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ എന്തോരം വണ്ടിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കിക്കോണേ. ഇതുണ്ടോ, നമ്മൾ വന്നപ്പോൾ ഒറ്റ വണ്ടി ഇല്ലാതെയാണ്. ഇതെന്തോരം വണ്ടിയാന്ന് നോക്കിയേ. അപ്പം നമുക്ക് ഒരാൾക്ക് 665 രൂപ ആയിട്ടുണ്ട് ഇവിടം വരെ. അതായത് ഈ ക്യാമറയുടെ കൂട്ടാതെ, ക്യാമറയുടെ ഒരു എക്സ്ട്രാ 200 കൂടെ കൂട്ടിയാൽ ഒരാൾക്ക് ഇത്രയും രൂപയാവും കേട്ടോ. അതായത് 865 രൂപയാവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വന്നു, അവർ രണ്ടുപേരും കൂടെ ഉള്ളൂ വരാനായിട്ട്. അവർ ഓൺ ദ വേ ആണ്. എടാ ഇതാടാ വണ്ടി, ഇത് അപ്പം എന്താ ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ട്രെയിനൊക്കെ ഇതിലെയാണ് വരുന്നത്. അങ്ങനെ നമ്മളിത് തിരിച്ചു ഇവിടെ വന്നു. ഇത് നോക്കിയാൽ എന്തോരം വണ്ടിയും തിരക്കുവാണ്. ഓക്കെ ഭയ്യ, ബൈ. അപ്പോൾ ആ വണ്ടിക്കാണ് നമ്മൾ പോയിട്ട് വന്നത്. എൻ്റെ പൊന്നെ പൊടി അടിച്ച് എൻ്റെ കിളി വരെ പോയി കേട്ടോ. പറ്റത്തില്ല, എൻ്റെ പൊന്നോ സീനായിപ്പോയി. അമ്മാതിരി പൊടിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയും കൂടെ ചേർത്ത് ഒരാൾക്ക് 865 രൂപയാണ്. അത് കൂടാതെ 100 രൂപ പാർക്കിംഗ് ഫീസും കൂടെ ഉണ്ട്. അതായത് നമുക്ക് വണ്ടിയും കൊണ്ട് വരുന്നെങ്കിൽ പാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു പാർക്കിംഗ് ഫീസ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നമ്മളതെല്ലാം ചെയ്തു. ഞാൻ ജസ്റ്റ് ചാടി, ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ചുമ്മാ അതിൽ ചാടി ആർക്കും വേണമെങ്കിലും അതിൻ്റെ അതോടെ പോകാം കേട്ടോ. ഒരു സീനുമില്ല. പിന്നെ അവിടെ ലൈഫ് ഗാർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ റൂമിലോട്ട് പോകുവാണ്. നോക്കി എന്തോരം വണ്ടിയാണ് കിടക്കുന്നതെന്ന് നോക്കി. നമ്മളിത് തിരിച്ച് കാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, നമ്മുടെ ദൂദ്സാഗറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.